രാഹുൽ ഗാന്ധി വയനാട്ട് മത്സരിക്കുന്നത് അനിശ്ചിതത്വത്തിൽ തന്നെ തുടരുന്നു. രാഹുൽ മത്സരിക്കുമെന്ന കേരള നേതാക്കളുടെ പ്രചരണത്തിനെതിരെ പി.സി. ചാക്കോ രംഗത്തെത്തി. വസ്തുതാപരമല്ല നേതാക്കളുടെ പ്രസ്താവനയെന്ന് പി.സി. ചാക്കോ വിമർശിച്ചു. ഗ്രൂപ്പ് അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ സീറ്റ് വീതം വെപ്പ് നടന്നതെന്നും ദില്ലിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പി.സി. ചാക്കോ കുറ്റപ്പെടുത്തി. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം വലിയ കലാപങ്ങൾക്കാണ് കോൺഗ്രസിൽ തുടക്കമിട്ടിരിക്കുന്നത്. എ ഗ്രൂപ്പ് തർക്കത്തെ തുടർന്ന് രാഹുലിന്റെ പേര് വലിച്ചിഴച്ചുവെന്ന് ഹൈക്കമാൻഡ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. ബി.ജെ.പിയെ പേടിച്ച് ഓടുകയാണെന്ന വിമർശനവും ശക്തമായി. ഇതോടെ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനം അനിശ്ചിതത്വത്തിലായി. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമെന്ന് സമ്മതിച്ചതായി പറയുന്ന രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടി എന്നിവരെ ലക്ഷ്യം വെച്ച് വിമർശനവുമായി പി.സി. ചാക്കോ രംഗത്തെത്തി. നേതാക്കൾ പറയുന്നത് വസ്തുതാപരമല്ലെന്ന് ജനറൽ സെക്രട്ടറി ചുമതലയുള്ള പി.സി. ചാക്കോ കുറ്റപ്പെടുത്തി. രാഹുലിന്റെ തീരുമാനം വരുന്നതുവരെ കാത്തിരിക്കണമായിരുന്നുവെന്നും പി.സി. ചാക്കോ പറഞ്ഞു. രാഹുൽ ഗാന്ധി ഞങ്ങളോട് വാക്ക് പറഞ്ഞു, അല്ലെ രാഹുൽ ഗാന്ധി പോസിറ്റീവായിട്ട് പ്രതികരിച്ചു എന്നൊക്കെ കോൺഗ്രസ് നേതാക്കന്മാർ ആരെങ്കിലും പറയുന്നത് ശരിയല്ല. അങ്ങനെ പറയാൻ പാടില്ല. കാരണം രാഹുൽ ഗാന്ധി അക്കാര്യത്തിലൊരു തീരുമാനം എടുക്കണം. ഒന്നിൽ അദ്ദേഹം സ്വയം തീരുമാനിക്കും, അതല്ലെങ്കിൽ ആ തീരുമാനം അദ്ദേഹം കോൺഗ്രസ് പ്രവർത്തക സമിതിക്ക് വിട്ടുവെന്ന് വരാം. രാഹുൽ ഗാന്ധി തീരുമാനിച്ചു അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി അനുകൂലമായി പ്രതികരിച്ചു എന്ന വ്യാജേന ഒരു അഭിപ്രായം പറയുന്നത് ശരിയല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. സ്ഥാനാർത്ഥി നിർണയത്തിലെ ഗ്രൂപ്പ് തർക്കങ്ങൾക്കെതിരെയും ചാക്കോ ആഞ്ഞടിച്ചു. പങ്കുവയ്പ് രാഷ്ട്രീയം നിർഭാഗ്യകരമാണ്. കേരളത്തിലെ സ്ഥാനാർത്ഥി നിർണയ ചർച്ച നടന്നത് അപക്വമായ രീതിയിൽ. നേതാക്കൾ സങ്കുചിത താല്പര്യത്തിനപ്പുറം പോകുന്നില്ലെന്നും ചാക്കോ ചൂണ്ടിക്കാട്ടി. കേരളത്തിലെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം നടത്തുന്നത് പക്വമായൊരു നിലയിലാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. കേരളത്തിലെ രണ്ട് പ്രബലമായ ഗ്രൂപ്പുകളുണ്ട്. ആ ഗ്രൂപ്പുകൾ തമ്മിൽ സീറ്റുകൾ പങ്കുവെക്കുക എന്നതാണ് കേരളത്തിൽ നടക്കുന്ന ചർച്ചകളുടെ അടിസ്ഥാനം. പരസ്പരം എല്ലാ സ്ഥാനമാനങ്ങളും, പാർട്ടി സ്ഥാനങ്ങളാണെങ്കിലും നിയമസഭാ പാർലമെൻറ്റ് സീറ്റുകളാണെങ്കിലും എല്ലാം പരസ്പരം പങ്കുവെച്ച് പോകുന്ന ഒരു സ്ഥിതി നിർഭാഗ്യവശാൽ അവിടെ ഉണ്ട്. വളരെ പരിചയസമ്പന്നരായ നേതാക്കന്മാർ കേരളത്തിലുണ്ടെങ്കിലും അവർക്ക് ഈ സങ്കുചിതമായ ഗ്രൂപ്പ് താല്പര്യങ്ങൾക്ക് അപ്പുറത്ത് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. ഗ്രൂപ്പ് തർക്കവും വിമർശനങ്ങളും ശക്തമായതോടെ ഹൈക്കമാൻഡ് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ആശങ്കയിലാണ്. നാളെ ചേരുന്ന തെരഞ്ഞെടുപ്പ് സമിതിയിൽ തീരുമാനമെടുക്കാനാണ് ശ്രമം. ന്യൂസ് ബ്യൂറോ, ദില്ലി. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പം തുടരുകയാണ്. കെ.പി.സി.സി. പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇന്ന് നടത്താനിരുന്ന വാർത്താ സമ്മേളനം റദ്ദാക്കി. രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ഹൈക്കമാൻഡിൽ നിന്നും സംസ്ഥാന നേതൃത്വത്തിന് വിവരങ്ങളൊന്നും ലഭിച്ചില്ല എന്നാണ് സൂചന. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്ന കാര്യത്തിൽ ഇന്നും തീരുമാനമായില്ല. ഇന്നലെ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളാണ് രാഹുലിന്റെ വടകരയിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് മാധ്യമങ്ങളെ അറിയിച്ചത്. മറ്റു കാര്യങ്ങൾ ഇന്ന് രാവിലെ വാർത്താ സമ്മേളനം നടത്തി വിശദീകരിക്കുമെന്ന് കെ.പി.സി.സി. പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇന്നലെ അറിയിക്കുകയും ചെയ്തതാണ്. പക്ഷേ മുല്ലപ്പള്ളി വാർത്താ സമ്മേളനം റദ്ദാക്കി. സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് അനിശ്ചിതത്വം തുടരുന്ന സാഹചര്യത്തിലാണ് മുല്ലപ്പള്ളി വാർത്താ സമ്മേളനം റദ്ദാക്കിയത്. രാഹുലിന്റെ വരവ് സംബന്ധിച്ച് സംസ്ഥാന നേതൃത്വത്തിന് കൂടുതൽ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ലെന്നാണ് മുല്ലപ്പള്ളിയുടെ അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന. ബി.ജെ.പിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ മത്സരിക്കാതെ ഒളിച്ചോടുകയാണെന്ന വിമർശനം ഉയർന്നതോടെ വയനാട് സ്ഥാനാർത്ഥിത്വത്തിൽ രാഹുൽ പുനരാലോചന നടത്തിയേക്കുമെന്നും സൂചനയുണ്ട്. നാളെ നടക്കുന്ന കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ അന്തിമ തീരുമാനമുണ്ടാകുമെന്നാണ് സംസ്ഥാന നേതാക്കൾ ഇപ്പോൾ നൽകുന്ന വിശദീകരണം. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും അവതാളത്തിലായിരിക്കുകയാണ്. ഇന്നലെ കൊട്ടിഘോഷിച്ച കോൺഗ്രസ് നേതാക്കളൊന്നും തന്നെ ഇന്ന് മിണ്ടാട്ടമില്ലാതെ കഴിയുന്നു. കോഴിക്കോട് നിന്നും പി.വി. കുട്ടൻ. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്ന കാര്യത്തിൽ ചെന്നിത്തല റിവേഴ്സ് ഗിയറിലേക്ക്. രാഹുൽ ഗാന്ധി മത്സരിക്കുമോ എന്നത് തനിക്ക് പറയാൻ കഴിയില്ലെന്ന് ചെന്നിത്തല ഇന്ന് തിരുത്തി പറഞ്ഞു. രാഹുൽ ഗാന്ധി മത്സരിക്കണം എന്നാണ് തങ്ങളുടെ ആഗ്രഹമെന്നും അദ്ദേഹം മത്സരിച്ചില്ലെങ്കിലും വയനാട്ടിൽ തിരിച്ചടിയുണ്ടാകില്ല എന്നും ചെന്നിത്തല മാധ്യമങ്ങളോട് പറഞ്ഞു. വയനാട് സീറ്റിൽ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം ഏകപക്ഷീയമായി പ്രഖ്യാപിച്ച കോൺഗ്രസ് നേതാക്കൾ ഓരോരുത്തരായി പതിയെ സ്വരം മാറ്റുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇന്ന് പുറത്തുവരുന്നത്. മുല്ലപ്പള്ളി വാർത്താസമ്മേളനം റദ്ദാക്കി നാണക്കേട് ഒഴിവാക്കിയപ്പോൾ ഉമ്മൻചാണ്ടി ചോദ്യങ്ങളിൽ നിന്നും ഓടിയൊളിച്ച് തടി രക്ഷപ്പെടുത്തി. എന്നാൽ മാധ്യമങ്ങളെ കണ്ട ചെന്നിത്തലയ്ക്ക് ഇന്നലത്തെ ആത്മവിശ്വാസമില്ലായിരുന്നു. രാഹുൽ ഗാന്ധി മത്സരിക്കുമോ എന്നത് തനിക്ക് പറയാൻ കഴിയില്ലെന്ന് രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. രാഹുൽ ഗാന്ധി മത്സരിക്കണമെന്നതാണ് തങ്ങളുടെ എല്ലാം ആഗ്രഹം. നാളെ ചേരുന്ന തെരഞ്ഞെടുപ്പ് സമിതി തീരുമാനമെടുക്കുമെന്നും ചെന്നിത്തല പറഞ്ഞു. രാഹുൽ മത്സരിച്ചില്ലെങ്കിലും വയനാട്ടിൽ തിരിച്ചടിയൊന്നും ഉണ്ടാകില്ലെന്നും ചെന്നിത്തല വ്യക്തമാക്കി. രാഹുൽ ഗാന്ധി ഇനി രാഹുൽ ഗാന്ധി പിൻവാങ്ങിയാൽ സ്വാഭാവികമായിട്ടും കേരളത്തിലെ കോൺഗ്രസിനും യു.ഡി.എഫിനും അത് തിരിച്ചടിയാകും.
അതുകൊണ്ടാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. കേരളത്തിൽ തിരിച്ചടിയൊന്നുമില്ല, ഞങ്ങളുടെ ആവശ്യം ഉന്നയിക്കുന്നത് ഞങ്ങൾക്ക് പറ്റില്ലേ? നമുക്ക് കൂടുതൽ ദിവസമായി, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇനിയിപ്പോ നാളെ യോഗം ചേരുന്നുള്ളൂ പറഞ്ഞു. അതുകൊണ്ട് പ്രവർത്തകർക്കിടയിൽ തന്നെ ആശയക്കുഴപ്പമുണ്ട്. അദ്ദേഹം വരുമോ? ഒരു ആശയക്കുഴപ്പം പ്രവർത്തകരുടെ ഇടയിലില്ല. രാഹുൽ ഗാന്ധിയെ കേരളത്തിലേക്ക് കൊണ്ടുവന്നതിന്റെ ചാണക്യ ബുദ്ധിയുടെ ഉപജ്ഞാതാവാകാൻ നടന്നവർ ഓരോരുത്തരായി പറഞ്ഞത് വിഴുങ്ങുന്ന കാഴ്ചയാണ് ഇന്ന് കാണുന്നത്. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. അമേഠിയിൽ തോൽവി ഭയന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി മറ്റ് മണ്ഡലങ്ങൾ തേടുന്നതായി കേൾക്കുന്നുവെന്ന് BJP ദേശീയ വക്താവ് സാംപിത് പാത്ര. രാഹുലിന്റെ സ്വത്തുക്കളിൽ വൻ വർധനവുണ്ടായിരിക്കുന്നത്. രാഹുൽ മത്സരിക്കുന്നത് എവിടെ നിന്നാണ് എന്നറിയില്ല. എന്നാൽ രാഹുൽ എവിടെ മത്സരിച്ചാലും നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം നൽകുന്ന സ്വത്ത് വിവരം സംബന്ധിച്ച സത്യവാങ്മൂലം രാജ്യം സൂക്ഷ്മ പരിശോധന നടത്തണമെന്നും പത്ര പറഞ്ഞു. पता नहीं वो कहाँ से लड़ेंगे. आज तो हमने देखा कि शायद अमेठी से भी जा सकते हैं, कहीं और जाने की प्लान कर रहे हैं, डरे हुए हैं. जहां से भी नॉमिनेशन भरेंगे हम एक टेलीस्कोपिक व्यू उनके नॉमिनेशन के ऊपर रखेंगे, क्योंकि जो खुलासा हम अभी करने वाले हैं वो बहुत गंभीर है. और ये सारे खुलासे कुछ तो हमने तथ्यों को मीडिया के माध्यम से, कुछ कोर्ट से और कुछ विसल ब्लोअर्स से लिए हैं और उसको कोलेट किया है. जो एफिडेविट राहुल गांधी जी ने 2004 में, 2009 में और 2014 में भरे थे. രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ കോൺഗ്രസിന്റെ കാപട്യം പുറത്തുവന്നെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം എസ് രാമചന്ദ്രൻ പിള്ള. കോൺഗ്രസിന്റെ BJP വിരുദ്ധ നിലപാടുകൾ ന്യൂനപക്ഷങ്ങളെ കബളിപ്പിക്കാൻ മാത്രമുള്ളതാണെന്ന് SRP പറഞ്ഞു. കേരളത്തിൽ UDF ഏത് സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നാലും ആ സ്ഥാനാർത്ഥിയെ രാഷ്ട്രീയമായും സംഘടനാപരമായും നേരിടാനുള്ള കരുത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ട്. എന്നാൽ ഈ സ്ഥാനാർത്ഥിത്വം ഒരു സന്ദേശം നൽകുന്നുണ്ട്. BJP അല്ല മുഖ്യ എതിരാളി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് മുഖ്യ എതിരാളി എന്ന സന്ദേശമാണ് ഈ സ്ഥാനാർത്ഥിത്വം നൽകുന്നത്. ഇതിന് വലിയ രാഷ്ട്രീയ മാനങ്ങളുണ്ട്. അതുമാത്രവുമല്ല, കോൺഗ്രസിൻ്റെ BJP വിരോധ നിലപാട് ന്യൂനപക്ഷ വോട്ടുകൾ നേടിയെടുക്കാനുള്ള ഒരു കപടതന്ത്രം മാത്രമാണെന്നും ഇത് തെളിയിക്കപ്പെടും. വാർത്തകളിലേക്ക്. മണ്ഡലം മാറി വോട്ട് ചോദിച്ച് എറണാകുളത്തെ BJP സ്ഥാനാർത്ഥി അൽഫോൺസ് കണ്ണന്താനം നെടുമ്പാശ്ശേരിയിൽ നിന്നും എറണാകുളത്തേക്കുള്ള യാത്രാമധ്യേ ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ ആലുവയിൽ ഇറങ്ങിയാണ് കണ്ണന്താനം വോട്ട് അഭ്യർത്ഥിച്ചത്. കൂടെയുണ്ടായിരുന്ന പാർട്ടി പ്രവർത്തകർ മണ്ഡലം മാറിയെന്നറിയിച്ചപ്പോഴാണ് തനിക്ക് പറ്റിയ അബദ്ധം കണ്ണന്താനം മനസ്സിലാക്കിയത്. അമളി തിരിച്ചറിഞ്ഞ കണ്ണന്താനം പിന്നീടുള്ള വോട്ടഭ്യർത്ഥന ചാലക്കുടിയിലെ BJP സ്ഥാനാർത്ഥി AN രാധാകൃഷ്ണന് വേണ്ടിയാക്കി. ദില്ലിയിൽ നിന്നും നെടുമ്പാശ്ശേരിയിലെത്തിയ കണ്ണന്താനം KSRTC ലോ ഫ്ലോർ ബസ്സിലാണ് എറണാകുളത്തേക്ക് യാത്ര തിരിച്ചത്. എറണാകുളം ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ കളമശ്ശേരിയിൽ ബസ്സിറങ്ങിയ ശേഷം പാർട്ടി പ്രവർത്തകരുടെ സ്വീകരണം ഏറ്റുവാങ്ങി നഗരത്തിലേക്ക് പ്രവേശിക്കാനായിരുന്നു പദ്ധതി. എന്നാൽ ആലുവ പറവൂർ കവലയിൽ ബസ് നിർത്തിയതോടെ കണ്ണന്താനവും B ഗോപാലകൃഷ്ണനും ഉൾപ്പെടെയുള്ള നേതാക്കളും പ്രവർത്തകരും ഇവിടെ ഇറങ്ങി. തുടർന്ന് കാറിൽ കയറാൻ പ്രവർത്തകർ ക്ഷണിച്ചപ്പോൾ അതിനു മുതിരാതെ കവലയിലുണ്ടായിരുന്ന വോട്ടർമാർക്ക് നേരെ കണ്ണന്താനം കുതിച്ചു. തുടർന്ന് വോട്ടഭ്യർത്ഥന. മണ്ഡലം മാറിയെന്ന് പ്രവർത്തകർ അടക്കം പറഞ്ഞെങ്കിലും കണ്ണന്താനം അത് കേട്ടിരുന്നില്ല. എന്നാൽ ഇത് കേട്ട ഗോപാലകൃഷ്ണൻ പ്രവർത്തകരെ ശാസിച്ചു. ഏത് മണ്ഡലമാണെങ്കിലും പാർട്ടി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് ചോദിച്ചുകൂടെ എന്നായി ഗോപാലകൃഷ്ണൻ. ഇതോടെ തനിക്ക് പറ്റിയ അമളി തിരിച്ചറിഞ്ഞ കണ്ണന്താനം തുടർന്നുള്ള വോട്ടഭ്യർത്ഥന ചാലക്കുടി മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി രാധാകൃഷ്ണന് വേണ്ടിയാക്കി മാറ്റി തടി തപ്പുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വടകരയിൽ തരംഗമായി LDF സ്ഥാനാർത്ഥി P ജയരാജൻ. പൊള്ളുന്ന വേനൽ ചൂടിലും ആയിരങ്ങളാണ് P ജയരാജനെ വരവേൽക്കാനെത്തുന്നത്. തെരഞ്ഞെടുപ്പ് തിരക്കിനിടയിലും കൊടും വേനലിൽ കുടിവെള്ളം എത്തിക്കുന്നതിനും കിടപ്പ് രോഗികൾക്ക് സഹായമെത്തിക്കാനും LDF പ്രവർത്തകർ മുന്നിട്ടിറങ്ങുമെന്ന് P ജയരാജൻ പറഞ്ഞു. വടകരയുടെ ഗ്രാമീണ മേഖലയിൽ ആവേശകരമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് LDF സ്ഥാനാർത്ഥി P ജയരാജന്റെ പര്യടനം തുടരുന്നത്. വലിയ ആവേശപൂർവ്വമാണ് ജനങ്ങൾ, സമൂഹത്തിന്റെ നാനാ തുറകളിൽപ്പെട്ടവർ P ജയരാജനെ സ്വീകരിക്കാൻ വേണ്ടി എത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം തന്നെ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്.
ശ്രീ പി ജയരാജൻ തെരഞ്ഞെടുപ്പിന്റെ ആവേശം വലിയ ഉയരത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ ഗ്രാമീണ മേഖലകളിലുള്ള പര്യടനത്തിന്റെ ഒരു അനുഭവം? ഈ മണ്ഡലത്തിലെ യുവാക്കൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുന്നതോടൊപ്പം ജനസേവനത്തിൻ്റെ രംഗത്തും പ്രവർത്തിക്കണം എന്ന് തീരുമാനിച്ചതാണ്. അതിനുവേണ്ടി യൂത്ത് ബ്രിഗേഡ് ഈ വടകര ലോക്സഭാ മണ്ഡലത്തിലുടനീളം രൂപീകരിച്ചിരിക്കുകയാണ്. അവർ പ്രത്യേകമായിട്ടുള്ള യൂണിഫോം ഇട്ട് ആ യൂത്ത് ബ്രിഗേഡിൻ്റെ രൂപീകരണം പ്രവർത്തന ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുൻ മന്ത്രി സഖാവ് KP മോഹനൻ നിർവഹിക്കുകയുണ്ടായി. അവരുടെ ഗാർഡ് ഓഫ് ഓണറോടുകൂടിയാണ് ഈ പരിപാടിയുടെ തുടക്കം കുറിച്ചത്. അത് അങ്ങേയറ്റം ആവേശകരമായിട്ടൊരു പരിപാടിയാണ്. കാരണം അത്യുഷ്ണകാലത്താണ് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടക്കുന്നത്. ആ കാലയളവിൽ ജനങ്ങൾക്ക് ഈ ചൂടിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഒട്ടേറെ പ്രശ്നങ്ങളുണ്ടാകും. അതിൽ കുടിവെള്ളക്ഷാമം ഉണ്ടാവും, മറ്റ് കാലാവസ്ഥാജന്യമായിട്ടുള്ള രോഗങ്ങളുണ്ടാവും. അത്തരം കാര്യങ്ങളൊക്കെ ഇടപെടുന്ന സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനാണ് ഈ യൂത്ത് ബ്രിഗേഡ് തീരുമാനിച്ചത്. അപ്പോൾ വോട്ടഭ്യർത്ഥനക്കൊപ്പം തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനൊപ്പം ജനസേവന പ്രവർത്തനവും അതാണ് ഈ യൂത്ത് ബ്രിഗേഡിൻ്റെ മുദ്രാവാക്യം. അത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ LDFൻ്റെ വിജയം അത് യുവാക്കളെ ഏറ്റെടുത്തിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ്. തെരഞ്ഞെടുപ്പിന്റെ ചൂടിനിടയിലും വളരെ വ്യത്യസ്തമായ ജനോപകാരപ്രദമായ പരിപാടികളാണ് പി ജയരാജന്റെ നേതൃത്വത്തിൽ ഈ മണ്ഡലത്തിൽ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. കുടിവെള്ളക്ഷാമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ സാന്ത്വന പരിചരണ രംഗത്തൊക്കെ വളരെ വിപുലമായ സഹായങ്ങൾ, കിടപ്പ് രോഗികൾക്കുൾപ്പെടെ വിപുലമായ സഹായങ്ങൾ ചെയ്യുന്നതിനുള്ള ആസൂത്രിതമായ പദ്ധതികളാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായും അദ്ദേഹം ഒരുക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വണ്ടിയിൽ നിന്നും ക്യാമറമാൻ ഇക്ബാൽ വട്ടംകുളത്തിനൊപ്പം PV കുട്ടൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ രാഷ്ട്രീയ മത്സരം നടക്കുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം. മണ്ഡലം തിരിച്ചുപിടിക്കാനായി C ദിവാകരനും മൂന്നാം ജയത്തിനായി ശശി തരൂരും ആദ്യ ജയത്തിനായി കുമ്മനം രാജശേഖരനും കളത്തിലിറങ്ങിയതോടെ പ്രചരണ രംഗം ആവേശക്കൊടിമുടിയിൽ. ശക്തമായ ത്രികോണ മത്സരത്തിനാണ് ഇത്തവണ തിരുവനന്തപുരം മണ്ഡലം വേദിയാകുന്നത്. LDF പ്രചാരണ രംഗത്ത് ഏറെ മുന്നേറി മേൽക്കൈ നേടിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അതിനെ മറികടക്കാനായി UDFും BJPയും തീപാറുന്ന പോരാട്ടം തന്നെയാണ് മണ്ഡലത്തിൽ നടത്തുന്നത്. UDFിൽ നിന്നും മണ്ഡലം തിരിച്ചുപിടിക്കുക എന്നത് ലക്ഷ്യമാക്കിയാണ് LDF C ദിവാകരനെ തിരുവനന്തപുരം മണ്ഡലത്തിൽ ഇറക്കിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഏറെ മുന്നേറി എന്നതിലൂടെ മണ്ഡലത്തിൽ ഇടതുമുന്നണിക്ക് മേൽക്കൈ നേടാനും സാധിച്ചു. മണ്ഡലത്തിലെ മാറ്റത്തിനായി ജനങ്ങൾ ഇടതുപക്ഷത്തിനൊപ്പമുണ്ടാകുമെന്ന് C ദിവാകരൻ പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഫ്രണ്ടിലാണ്, ഞങ്ങൾ ജയിക്കും. 10 കൊല്ലം തിരുവനന്തപുരം ലോകസഭാ സീറ്റിൽ വോട്ട് ചെയ്ത ആളുകൾ നിരാശരാണ്. അവരോട് പറഞ്ഞ ഒരൊറ്റ കാര്യം നടന്നിട്ടില്ല. പകരം വീട്ടാൻ ജനങ്ങൾ കാത്തിരിക്കുകയാണ്. കഴിഞ്ഞ 2 തവണത്തെ ആത്മവിശ്വാസവുമായാണ് UDF ശശി തരൂരിനെ മൂന്നാം അംഗത്തിന് കളത്തിലിറക്കിയിരിക്കുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയത് തെരഞ്ഞെടുപ്പിലെ മേൽക്കൈ നഷ്ടപ്പെടുത്തി എന്നതാണ് കോൺഗ്രസ് വിലയിരുത്തൽ. എന്നാൽ ഇതൊന്നും തെരഞ്ഞെടുപ്പിൽ ബാധിക്കില്ല എന്ന ആത്മവിശ്വാസത്തിലാണ് ശശി തരൂർ. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ശക്തി കൂടാനേ സാധിക്കുള്ളൂ. ഈ വരാൻ പോകുന്ന 5 ആഴ്ചയിൽ നിങ്ങൾ കാണുന്നത് നല്ല ഒരു ക്യാമ്പയിൻ, നല്ലൊരു പ്രചരണമായിരിക്കും. കേരളത്തിൽ നിന്നും ലോക്സഭയിലേക്ക് താമര വിരിയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗവർണർ സ്ഥാനം രാജിവെപ്പിച്ച് കുമ്മനം രാജശേഖരനെ BJP തിരുവനന്തപുരത്തെത്തിച്ചത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP മണ്ഡലത്തിൽ രണ്ടാമതെത്തിയത് ഇത്തവണ വിജയമാക്കുമെന്ന് കുമ്മനം പറയുന്നു. എന്റെ ഈ പര്യടന പരിപാടിയിൽ ജനങ്ങൾ എന്നോട് സഹകരിക്കുന്നു, സഹായിക്കുന്നു, പിന്തുണ നൽകുന്നു. അതുകൊണ്ട് അങ്ങേയറ്റത്തെ വിജയപ്രതീക്ഷയാണ് എനിക്കുള്ളത്. ഏതായാലും 3 സ്ഥാനാർത്ഥികളും പ്രചാരണ രംഗത്ത് വലിയ പോരാട്ടം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. ശക്തമായ ത്രികോണ മത്സരത്തിന് വേദിയാകുന്ന മണ്ഡലം പ്രവചനങ്ങൾക്കതീതമാകും എന്നതാണ് രാഷ്ട്രീയ വിലയിരുത്തൽ. ഷീജ, തിരുവനന്തപുരം. കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി PK ശ്രീമതി ടീച്ചറുടെ പൊതുപര്യടനത്തിന് ആവേശ തുടക്കം. തുറന്ന വാഹനത്തിൽ അഴീക്കോട് മണ്ഡലത്തിലെ 3 നിരത്തിൽ നിന്നാണ് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള പൊതുപര്യടനം ആരംഭിച്ചത്. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ പര്യടന പരിപാടി ഉദ്ഘാടനം ചെയ്തു. ബാൻഡ് മേളത്തിന്റെയും ഇരുചക്ര വാഹന റാലിയുടെയും അകമ്പടിയിൽ തുറന്ന വാഹനത്തിലാണ് ശ്രീമതി ടീച്ചറുടെ പര്യടനം. വൻകുളത്ത് വയൽ, ചാലാട് ബാനു സ്മാരകം, കക്കാടങ്ങാടി, അത്താഴക്കുന്ന്, കണ്ണാടിപ്പറമ്പ് തെരു, നാറാത്ത് ടൗൺ, ബാലൻകിണർ എന്നിവിടങ്ങളിലായിരുന്നു ആദ്യ ദിവസത്തെ പൊതുപര്യടനം. മുദ്രാവാക്യം വിളിച്ചും പടക്കം പൊട്ടിച്ചുമാണ് പ്രവർത്തകർ സ്ഥാനാർത്ഥിയെ വരവേറ്റത്. ഇന്ത്യയിൽ ഇടതുപക്ഷത്തിന്റെ കരുത്ത് വർദ്ധിപ്പിക്കാൻ ഉതകുന്ന രീതിയിൽ കേരളത്തിൽ LDFന് ജനം വൻ വിജയം സമ്മാനിക്കുമെന്ന് പൊതുപര്യടനം ഉദ്ഘാടനം ചെയ്ത EP ജയരാജൻ പറഞ്ഞു. ഇന്ത്യയിൽ BJP ഇതിലൊരു ഗവൺമെന്റ് ഉണ്ടാക്കാൻ
ഇന്ത്യയിൽ ഇടതുപക്ഷ മതനിരപേക്ഷതാ ശക്തികൾ ശക്തി പ്രാപിക്കണം. എങ്കിൽ മാത്രമേ ഇന്ത്യക്ക് ഭാവിയുണ്ടാകൂ. ഇടതുപക്ഷം ദുർബലപ്പെട്ടാൽ BJP അധികാരം പിടിക്കും. ഇടതുപക്ഷം ശക്തിപ്പെട്ടാൽ BJP അകറ്റി നിർത്തിക്കൊണ്ട് ഒരു BJP ഇതര ഗവൺമെന്റുകൾ, ജനാധിപത്യ ഗവൺമെന്റ് ഇന്ത്യയിൽ ഉണ്ടാക്കാൻ സാധിക്കും. തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ വൻ വിജയം ഉറപ്പിക്കുന്നതാണ് പര്യടനത്തിൽ ലഭിക്കുന്ന ആവേശകരമായ സ്വീകരണമെന്ന് ശ്രീമതി ടീച്ചർ പറഞ്ഞു. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് തന്നെ എല്ലാ വിഭാഗം ജനങ്ങളും നമ്മുടെ LDFനെ വരവേൽക്കുന്നതിന് വേണ്ടി എൻ്റെ സഹോദരിമാർ ഇത്രയധികം ആളുകൾ അവിടെ നിൽക്കുന്നത് കണ്ടില്ലേ. വീട്ടിൻ്റെ മുൻപിലേക്ക് വന്ന് നമ്മളെ സ്വീകരിക്കാൻ വേണ്ടി അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്തതുകൊണ്ട് വഴിനീളെ നമുക്ക് അവരെ സ്വീകരണം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും വളരെ സന്തോഷമുണ്ട്. കേരളത്തിൽ ബഹുജനങ്ങളായ ഇടതുപക്ഷത്തെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. നൂറുകണക്കിന് പേരാണ് ഓരോ കേന്ദ്രങ്ങളിലും ശ്രീമതി ടീച്ചറെ സ്വീകരിക്കാൻ എത്തിയത്. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം M സന്തോഷ്. പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ വീണ ജോർജിന്റെ മണ്ഡലത്തിലെ ആദ്യ പര്യടനം തുടരുമ്പോൾ വൻ സ്വീകാര്യതയാണ് പൂഞ്ഞാർ മണ്ഡലത്തിലെ വോട്ടർമാർക്കിടയിൽ വീണ ജോർജിന് ലഭിച്ചത്. പര്യടനം ഇന്ന് കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിൽ തുടരും. പൂഞ്ഞാറിലെ ആദ്യ സ്വീകരണ കേന്ദ്രമായ കല്ലം മുതൽ പര്യടനം സമാപിച്ച ഈരാറ്റുപേട്ട തെക്കേക്കര വരെയുള്ള സ്വീകരണ കേന്ദ്രങ്ങളിലെല്ലാം സ്ത്രീകളടങ്ങുന്ന വലിയ ജനക്കൂട്ടം വീണ ജോർജിന് വിജയാശംസകൾ അർപ്പിച്ച് എത്തിച്ചേർന്നിരുന്നു. കാർഷിക മേഖലയായ മണ്ഡലം കഴിഞ്ഞ 10 വർഷമായി അഭിമുഖീകരിക്കുന്ന കടുത്ത അവഗണന ചുരുങ്ങിയ വാക്കുകളിൽ വിവരിച്ച് വീണ ജോർജ് ഈ തീരാ ദുരിതത്തിലേക്ക് കർഷകരെ തള്ളിവിട്ടത് കോൺഗ്രസ് ആണെന്ന് ഓർമ്മിപ്പിച്ചു. ഒരു ദേശീയപാതയോ പഠന കേന്ദ്രമോ പാർലമെന്റ് മണ്ഡലത്തിന് ലഭിച്ചിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടിയ വീണ ജോർജ് തെറ്റായ കേന്ദ്ര നയങ്ങൾക്കെതിരെ പോരാട്ടത്തിലും നാടിന്റെ വികസനത്തിനും തങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന വാക്കുകൾ ഹർഷാരവത്തോടെയാണ് ജനങ്ങൾ ഏറ്റെടുത്തത്. ഈ മണ്ഡലത്തിന് അർഹമായിട്ടുള്ള വികസനം, അത് ദേശീയപാതയാണെങ്കിലും ദേശീയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണെങ്കിലും റബ്ബർ മേഖലയിലെ പ്രശ്നങ്ങളുടെ പരിഹാരമാണ് എങ്കിലും ചെറുപ്പക്കാർക്കുള്ള തൊഴിൽ സംരംഭങ്ങളാണെങ്കിലും നമ്മൾ ഇവിടെ കൊണ്ടുവരും. അടുത്ത 5 വർഷം ഒപ്പമുണ്ടാകും. തുറന്ന വാഹനത്തിൽ പാതക്കിരുവറവും കാത്തുനിൽക്കുന്നവരെയെല്ലാം നിറഞ്ഞ പുഞ്ചിരിയോടെ അഭിവാദ്യം ചെയ്താണ് സ്ഥാനാർത്ഥി ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും എത്തിച്ചേർന്നത്. പൊള്ളുന്ന വെയിലും ചൂടുകാറ്റും അവഗണിച്ച് കൊച്ചുകുട്ടികളെ കൈപിടിച്ചും കൈയിലേറ്റിയും അമ്മമാർ എല്ലാ യോഗങ്ങളിലും എത്തിച്ചേർന്നിരുന്നു. ഞായറാഴ്ച കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിലാണ് വീണ ജോർജിന്റെ പര്യടനം നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. സംസ്ഥാനത്ത് സൂര്യാഘാതമേറ്റ് 2 പേർ മരിച്ചതായി പ്രാഥമിക നിഗമനം. തിരുവനന്തപുരം പാറശാലയിലും കണ്ണൂർ വെള്ളോറയിലുമാണ് 2 പേർ കുഴഞ്ഞു വീട് മരിച്ചത്. സൂര്യാഘാതം എന്നാണ് പ്രാഥമിക നിഗമനം. അതേസമയം ഉഷ്ണതരംഗത്തിനും സൂര്യാഘാതത്തിനുമുള്ള മുന്നറിയിപ്പ് ഇതിനോടകം തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പുറപ്പെടുവിച്ചിട്ടുണ്ട്. വിവരങ്ങളും വിശദാംശങ്ങളുമായി ഇപ്പോൾ KG ദിനകർ ചേരുന്നു. ദിനകർ, സൂര്യാഘാതം ആണ് ഈ 2 മരണത്തിനും കാരണമെന്ന് അധികൃതർ സ്ഥിരീകരിച്ചോ? ഇതുമായി ബന്ധപ്പെട്ടുള്ള സ്ഥിരീകരണം വന്നിട്ടില്ല. തിരുവനന്തപുരത്തും കണ്ണൂരിലുമായാണ് 2 പേർ മരിച്ചിരിക്കുന്നത്. 2 പേരുടെ ദേഹത്തും പൊള്ളലേറ്റതിന്റെ പാടുകളുണ്ട്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ ഇത് സൂര്യാഘാതം മൂലമാണോ മരണം എന്നുള്ളത് സംബന്ധിച്ച് സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ. തിരുവനന്തപുരത്ത് പാറശാലയിൽ ഐര കരുണാകരൻ 42 വയസ്സുള്ള കരുണാകരനാണ് മരിച്ചത്. അദ്ദേഹം നെയ്യാറ്റിൻകര കോടതിയിലെ ബെഞ്ച് ക്ലർക്കാണ്. രാവിലെ കൃഷിയിടത്തിൽ പണിതുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് കുഴഞ്ഞു വീണത്. അദ്ദേഹത്തിന്റെ കാലുകളിലും കൈകളിലും പൊള്ളലേറ്റ സൂര്യാഘാതമേറ്റതിന്റെ പാടുകളുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഡോക്ടർമാർ വിശദമാക്കിയത്. പോസ്റ്റ്മോർട്ടത്തിനായ മൃതദേഹം ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണുള്ളത്. അതൊരു കണ്ണൂർ വെള്ളോറയിലാണ് നാരായണൻ, കാടൻ വീട്ടിൽ നാരായണൻ ആണ് മരിച്ച മറ്റൊരാൾ. അദ്ദേഹത്തിന്റെ ദേഹത്തും പാടുകളുണ്ട്. അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം മുതൽ കാണാതായിരുന്നു. പിന്നെ ഇന്ന് നടത്തിയ തെരച്ചിലാണ് അദ്ദേഹത്തെ വിജനമായ സ്ഥലത്ത് കണ്ടെത്തിയത്. അദ്ദേഹത്തിന്റെ മൃതദേഹവും പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. സംസ്ഥാനത്ത് പല ജില്ലകളിലും കടുത്ത ചൂട് അനുഭവപ്പെടും എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരുന്നു. പല സ്ഥലങ്ങളിലും 2 ഡിഗ്രി മുതൽ 4 ഡിഗ്രി വരെ ചൂട് കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുള്ള മുന്നറിയിപ്പ്. അതുകൊണ്ട് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ ഉണ്ട്. രാവിലെ 10 മണി മുതൽ 3 മണി വരെയെങ്കിലും വെയിലത്ത് ജോലി എടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ വേണം എന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ ഇത് സൂര്യാഘാതമാണോ എന്നത് സംബന്ധിച്ച് പറയാൻ കഴിയുകയുള്ളൂ. അജിം ഷാ. ശരി, ദിനകറാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ 3 മുന്നണികളുടെ സ്ഥാനാർത്ഥികളും മത്സരച്ചൂടിലാണ്. കൊല്ലം, തിരുവനന്തപുരം, എറണാകുളം ജില്ലക്കാരായ സ്ഥാനാർത്ഥികളാണ് രാഷ്ട്രീയം പറഞ്ഞ് ഏറ്റുമുട്ടുന്നത്. സ്ഥാനാർത്ഥി KN ബാലഗോപാൽ ആദ്യഘട്ട സ്വീകരണം തോട്ടം മേഖലയിൽ തുടങ്ങി കശുവണ്ടി തൊഴിലാളികളുടെ സ്നേഹനിർഭരമായ പിന്തുണ ഏറ്റുവാങ്ങി 2ാം ദിവസവും മുന്നേറുകയാണ്.
തൊഴിലാളികളുടെയും പാവപ്പെട്ടവരുടെയും പ്രതിനിധി പാർലമെന്റിൽ എത്തണമെന്നത് തൊഴിലാളികളുടെ കൂടി ആവശ്യമാണെന്ന് കെ എൻ ബാലഗോപാൽ ചൂണ്ടിക്കാട്ടി. ഇടതുപക്ഷ സ്ഥാനാർത്ഥി എന്ന നിലയിൽ സാധാരണക്കാരായ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇടതുപക്ഷം നടത്തുന്നത്. അതുകൊണ്ട് ഇവിടെ ഞങ്ങൾ കശുവണ്ടി തൊഴിലാളി മേഖലയിൽ ഇപ്പോൾ ഈ ഫാക്ടറി വന്നതാണ്. എല്ലാ മേഖലയിലും ഇതുപോലെയുള്ള നമ്മുടെ പൊതു സമൂഹത്തിനെ ആകെ കണ്ട് അവരെല്ലാം ഒരുമിച്ച് ചേർന്നുള്ള പ്രവർത്തനം ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. അവരെല്ലാം കൂടിയാണ് പ്രവർത്തിക്കുന്നത് ഇടതുപക്ഷത്തിന്. അതേസമയം BJP സ്ഥാനാർത്ഥി KV സാബു പന്മന ആശ്രമത്തിലും അയ്യങ്കാളി ആർശങ്കർ പ്രതിമകളിൽ പുഷ്പങ്ങൾ അർപ്പിച്ച് കൊല്ലംകാരെ പരിചയപ്പെടാനും വോട്ടഭ്യർത്ഥിക്കാനും തുടങ്ങി. പൊളിറ്റിക്സ് ഏറ്റവും കൂടുതൽ ഈ മണ്ഡലത്തിന് വികസനമാണ്. വികസനത്തോടൊപ്പം തന്നെ ഈ മണ്ഡലത്തിൽ കാലങ്ങളായി നിൽക്കുന്ന ആചാര അനുഷ്ഠാനങ്ങളുടെ പരിപോഷണം, അതിനെതിരെ പ്രവർത്തിക്കുന്ന ശക്തികളെ അതിനെ ഇല്ലാതാക്കുക, ആ ആചാര അനുഷ്ഠാനങ്ങളെ പരിപാലിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ മണ്ഡലത്തിൽ കാംക്ഷിക്കുക എന്നുള്ളതാണ്. UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ റാന്നി കോടതിയിൽ ജാമ്യം നേടാൻ പോയിരുന്നു. UDF കൺവെൻഷനിലും അദ്ദേഹം പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കൊല്ലത്ത് UDFനെ സഹായിക്കാനാണ് ദുർബല സ്ഥാനാർത്ഥിയെ BJP രംഗത്തിറക്കിയതെന്നാണ് ആരോപണം. രാഷ്ട്രീയ പ്രേരിതമെന്നാണ് ഈ ആരോപണത്തോട് KV സാബു പ്രതികരിച്ചത്. ജയിക്കാനാണ് മത്സരിക്കുന്നതെന്നും പ്രബുദ്ധരായ ജനം തന്നെ തിരിച്ചറിയുമെന്നും BJP സ്ഥാനാർത്ഥി NDA സ്ഥാനാർത്ഥി KV സാബു പറഞ്ഞു. വൈകിയാണെങ്കിലും കൊല്ലം ലോക്സഭാ മണ്ഡലത്തിന്റെ NDA സ്ഥാനാർത്ഥിയായി KV സാബു, അദ്ദേഹം എറണാകുളം സ്വദേശിയാണ്, ഹൈക്കോടതിയിലെ അഭിഭാഷകനാണ്. ഒരു തികഞ്ഞ നിയമജ്ഞൻ എന്നത് ഉപരി നിരവധി തെരഞ്ഞെടുപ്പിനെ നേരിട്ട പരിചയവും സമ്പത്തും അദ്ദേഹത്തിനുണ്ട്. അതുകൂടി കണക്കിലെടുത്താണ് NDA ഒരു ന്യൂനപക്ഷ സമുദായത്തിൽ നിന്ന് ഒരാൾ കൂടി ഇതിലേക്ക് വരണം എന്നുള്ള ഒരു ജനാധിപത്യ മര്യാദയനുസരിച്ച് അദ്ദേഹത്തെ കൊണ്ടുവന്നിരിക്കുന്നത്. അതേസമയം ഇവിടെ വന്ന് ഇറങ്ങുന്ന ഈ സാബുവിനെതിരെ, സ്ഥാനാർത്ഥിക്കെതിരെ LDFും UDFും നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞു. അതിൽ പ്രധാനമാണ് സ്ഥാനാർത്ഥിയെ ആർക്കും പരിചയമില്ല എന്നുള്ള ഒരു ആരോപണം. സാബു, ഇതിനെ എങ്ങനെയാണ്, അതായത് ഈ രണ്ട് മുന്നണികളും ഒരുപോലെ പറയുന്നുണ്ട് സ്ഥാനാർത്ഥിയെ ഇവിടെ ആർക്കും പരിചയമില്ല, സ്ഥാനാർത്ഥിയെ അറിയില്ല, BJPക്കാർക്ക് പോലും സ്ഥാനാർത്ഥിയെ അറിയില്ല, ഇങ്ങനെ പല ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. ഇതിൽ നിങ്ങളുടെ മറുപടി എന്താ? 82 മുതൽ ഞാൻ BJPയുടെ ഒരു പ്രവർത്തനമാണ് ജീവിക്കുകയാണ്. ഞാൻ ഈ വർഷങ്ങൾക്കൊന്നും ഒന്നും ഒരു കോൺഗ്രസ് ഓഫീസിലോ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഓഫീസിലോ പോയിട്ടില്ല. അത് അവർ പറഞ്ഞ ശരിയായിരിക്കും. പക്ഷേ കൊല്ലത്ത് ജനങ്ങളുടെ ഇടയിൽ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരു ആരോപണം LDF തുടക്കം മുതൽ ഉന്നയിച്ചിട്ടുള്ളത് ബൈപ്പാസുമായി ബന്ധപ്പെട്ട് പ്രേമചന്ദ്രനാണ് ഇവിടെ നിതിൻ ഗഡ്കരി വഴി പ്രധാനമന്ത്രിയെ ഇവിടെ ഒരു 13 കിലോമീറ്ററിന്റെ ബൈപ്പാസ് ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രിയെ എത്തിച്ചു. ആ നിമിഷം മുതൽ തന്നെ പ്രേമചന്ദ്രനെതിരെ ഒരു സംഘീയ ആരോപണം നിലനിന്നിരുന്നു. ഇവിടെ വരാൻ പോകുന്ന ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദുർബല സ്ഥാനാർത്ഥിയെ BJP കൊണ്ടുവരും, അത് പ്രേമചന്ദ്രന് ഗുണകരമാക്കാൻ വേണ്ടിയാണെന്നും LDF ഉൾപ്പെടെ ഒരു ആരോപണമുണ്ട്, പൊതുസംസാരമുണ്ട്. ഇതിനെ എന്താണ് മറുപടി പറയാനുള്ളത്? ഈ മണ്ഡലത്തിൽ എല്ലാവരും അരിയാഹാരം കഴിക്കുന്ന ആളുകൾ, ജനങ്ങൾ, അവർക്കറിയാം സത്യാവസ്ഥ. എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ വഴിയെല്ലാം വളരെ വളരെ അധികം പ്രചരിച്ചു കഴിഞ്ഞു. എന്താണ് ഇവിടെ നടക്കുന്ന ഫാക്ട്സ് എന്നത് ഞാൻ ആരാണെന്ന് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു, അവർക്കും അറിയാം. മറ്റു ചില കാര്യങ്ങൾ ഉന്നയിക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ PM വേലായുധൻ പിടിച്ചെടുത്ത 58,000 വോട്ടിന്റെ ആ ഒരു അത് മറികടക്കുമോ അതോ ഇക്കുറി അതിലും താഴെ പോകും എന്നുള്ളത് സൂചനകളായി പുറത്തു വരികയാണ്. ഞങ്ങൾ 54,000 വോട്ട് പിടിക്കാനല്ല വന്നിരിക്കുന്നത്, ഞാൻ ഈ മണ്ഡലത്തിൽ വിജയിക്കാനാണ് വന്നിരിക്കുന്നത്. 2014 BJP അല്ല, 2019 BJP. ഇടത് മുന്നണിയുടെയും അതുപോലെ തന്നെ UDFന്റെയും ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണ്, തന്നെ ജനങ്ങൾ തിരിച്ചറിയും, നരേന്ദ്രമോദിക്ക് വേണ്ടി തനിക്ക് വോട്ട് ചെയ്യും എന്നുള്ള ഉറച്ച വിശ്വാസമാണ് NDA സ്ഥാനാർത്ഥി KV സാബു ഇപ്പോൾ പങ്കുവച്ചിട്ടുള്ളത്. ക്യാമറമാൻ പ്രമോദ് പന്തിയോടിനൊപ്പം രാജ്കുമാർ. കോൺഗ്രസ് വനിതാ നേതാവും DCC പ്രസിഡന്റുമായ ബിന്ദു കൃഷ്ണയ്ക്കെതിരെ പോക്സോ കേസെടുത്തു. ഓച്ചിറയിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്കൊപ്പം നിന്ന് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ പ്രചരിപ്പിച്ചതിനെ തുടർന്നാണ് ഓച്ചിറ പോലീസ് പോക്സോ ചുമത്തിയത്. കോട്ടയം കാണക്കാരിയിൽ വയോധികയുടെ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തി. വാഴക്കാലയിൽ ചിന്നമ്മയാണ് മരിച്ചത്. ചിന്നമ്മയുടെ മകൻ ബിനുരാജിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കാണക്കാരി വിക്ടർ ജോർജ് റോഡിലെ വീട്ടുവളപ്പിൽ രാവിലെ 10 മണിയോടെയാണ് ചിന്നമ്മയുടെ മൃതദേഹം കണ്ടെത്തിയതായി പോലീസിന് വിവരം ലഭിച്ചത്. വീടിന് പുറകിലെ വാഴത്തോട്ടത്തിൽ കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു മൃതദേഹം. സംഭവസ്ഥലത്തെത്തിയ കുറവിലങ്ങാട് പോലീസ് ചിന്നമ്മയുടെ മകൻ ബിനുരാജിനെ കസ്റ്റഡിയിലെടുത്തു. നിരവധി തവണ ബിനുരാജ് ചിന്നമ്മയെ മർദ്ദിച്ച് വീട്ടിൽ നിന്ന് ഇറക്കിവിട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് സമീപവാസികൾ പ്രതികരിച്ചു. നമ്മൾ ഇവിടുന്ന് പോലീസ് വന്നപ്പോഴത്തേനാണ് നമ്മൾ അറിയുന്നത്. ഇപ്പം തന്നെ വിളിച്ച് പറഞ്ഞാന്നുള്ളതാണ്. പെങ്ങളെ വിളിച്ച് പറഞ്ഞ് അങ്ങനെ പോലീസിലിറങ്ങി അങ്ങനെയാണ് ഞങ്ങളിവിടെ വരുന്നത്. അല്ലെങ്കിൽ മരിച്ചു കിടപ്പുണ്ടെന്ന് പറയുന്നതാണ്. അത് നമ്മൾ ഇന്നലെ തന്നെ ഇവിടെ വന്നു, കുറച്ച് നേരമേ ഉള്ളൂ, എന്നാലാണ് നമ്മളിത് അറിയുന്നത്.
സംശയം എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് അമ്മയെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് മർദ്ദിച്ചൊക്കെ ആയിട്ട് നമ്മുടെ സ്റ്റേഷനിൽ തന്നെ കേസുകളുണ്ട്. കുറളങ്ങാട് 1-2 തവണ അതിനകത്ത് ഞാനും ബന്ധപ്പെട്ടുള്ളതാണ്, മെമ്പറായിരുന്നപ്പോൾ. അങ്ങനെയുള്ള അറിവുകളുണ്ട്. അതുകൊണ്ട് എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയത്തില്ല. അപ്പം പറഞ്ഞറിഞ്ഞുള്ള ആണ് വിവരങ്ങൾ ഇന്നത്തെ അറിയത്തുള്ളൂ. അതിന് മുമ്പ് കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അമ്മേനെ മർദ്ദിച്ചതായിട്ട് ഞങ്ങൾ തന്നെ ഇടപെട്ട് സംസാരിച്ച് കഴിഞ്ഞ് അമ്മേനെ തിരുവഞ്ചൂരൊക്കെ ആക്കിയതാണ് 2-3 തവണ. ഡോഗ് സ്ക്വാഡും ഫോറൻസിക് വിദഗ്ധരും സംഭവസ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി. മൃതദേഹത്തിന് സമീപത്തുനിന്ന് കുപ്പിയിൽ നിറച്ച ദ്രാവകം കണ്ടെടുത്തു. മരണം കൊലപാതകമോ ആത്മഹത്യയോ എന്ന കാര്യത്തിൽ പോലീസ് സ്ഥിരീകരണമുണ്ടായിട്ടില്ല. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വിവാഹ തട്ടിപ്പ് കേസിൽ കർഷക കോൺഗ്രസ് നേതാവിന്റെ മകൻ അറസ്റ്റിൽ. നെയ്യാറ്റിങ്കര സ്വദേശി KS അനിലിന്റെ മകൻ അമലിനെയാണ് പാലാരിവട്ടം പോലീസ് അറസ്റ്റ് ചെയ്തത്. 3 സ്ത്രീകളെ വിവാഹം ചെയ്ത പ്രതി 2ാം ഭാര്യയുടെ പരാതിയിലാണ് കുടുങ്ങിയത്. കർഷക കോൺഗ്രസിന്റെ തിരുവനന്തപുരം മുൻ ജില്ലാ പ്രസിഡന്റ് KS അനിലിന്റെ മകൻ അമലാണ് വിവാഹ തട്ടിപ്പ് കേസിൽ പിടിയിലായത്. നെയ്യാറ്റിങ്കര സ്വദേശിയായ ഇയാൾ 3 സ്ത്രീകളെ വിവാഹം കഴിച്ചതായി പോലീസ് പറയുന്നു. ആദ്യ വിവാഹം മറച്ചുവെച്ചാണ് 2ാമത്തെ വിവാഹവും ക്ഷേത്രാചാരപ്രകാരം നടത്തിയത്. പിന്നീട് ഇവരെ പലയിടങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു. 3ാമത്തെ വിവാഹവും കഴിച്ചതോടെ 2ാം ഭാര്യ പരാതി നൽകുകയായിരുന്നു. കൊച്ചി തമ്മനത്തെ ഫ്ളാറ്റിൽ വെച്ച് തന്നെ ബലാത്സംഗം ചെയ്തുവെന്നാണ് പരാതി. തുടർന്ന് പാലാരിവട്ടം പോലീസ് കേസെടുത്ത് ഇയാളെ അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരത്ത് എത്തിയാണ് പാലാരിവട്ടം CI PS ശ്രീജേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. കോൺഗ്രസ് ബന്ധമുള്ള കുടുംബം അറസ്റ്റിനിടെ പോലീസിനെ തടഞ്ഞതായും FIR-ലുണ്ട്. 32-കാരനായ അമലും കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനാണ്. ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി വീണ ജോർജിന്റെ നിയമസഭാ മണ്ഡല പര്യടനത്തിന് പൂഞ്ഞാറിൽ തുടക്കമായി. പര്യടനത്തിന്റെ ഉദ്ഘാടനം CPIM കേന്ദ്ര കമ്മിറ്റി അംഗം വൈക്കം വിശ്വൻ ഉദ്ഘാടനം ചെയ്തു. ഉത്സവമാസത്തിൽ ഉത്സവങ്ങളെ വെല്ലുന്ന പൈട്ടോടെയാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി വീണ ജോർജിന്റെ നിയമസഭാ മണ്ഡല പര്യടനത്തിന് തുടക്കമായത്. രാവിലെ മുതൽ പൂഞ്ഞാർ മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങൾ സന്ദർശിച്ച് എത്തിയ വീണ ജോർജിനെ ഇടതുമുന്നണി പ്രവർത്തകർ ഇലങ്കാട് ബസ് സ്റ്റാൻഡ് മൈതാനത്ത് നിന്നാണ് സ്വീകരിച്ചത്. തുടർന്ന് തുറന്ന ജീപ്പിൽ 100 കണക്കിന് ഇരുചക്രവാഹനങ്ങളുടെ അകമ്പടിയോടെ ഏന്തയാറിലേക്ക് ആനയിച്ചു. പൂക്കളും പൂമാലകളും നൽകി വീണ ജോർജിനെ സ്വീകരിക്കാൻ സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി ആളുകളാണ് എത്തിച്ചേർന്നത്. വെടിക്കെട്ടും ചെണ്ടമേളവും നാസിക് ഡോളും എല്ലാം കലർന്ന ഉത്സവ അന്തരീക്ഷത്തിൽ ഏന്തയാർ ജംഗ്ഷൻ ഒരു ജനസമുദ്രമായി മാറി. ഇടതുപക്ഷം എന്നും ജനങ്ങളുടെ ഹൃദയപക്ഷത്ത് തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു വീണ ജോർജിന് ലഭിച്ച വരവേൽപ്പ്. തുടർന്ന് നടന്ന യോഗം CPIM കേന്ദ്ര കമ്മിറ്റി അംഗം വൈക്കം വിശ്വൻ ഉദ്ഘാടനം ചെയ്തു. നാടിന്റെ ശബ്ദം അതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ ഉയർത്തിക്കൊണ്ടുവരാനും ഇടതുപക്ഷ സാന്നിധ്യം ഉറപ്പിക്കാനും ജനകീയ താൽപര്യങ്ങൾ പരിരക്ഷിക്കാനും വീണ ജോർജിന്റെ വിജയം അനിവാര്യമാണെന്ന് വൈക്കം വിശ്വൻ പറഞ്ഞു. നമ്മുടെ നാടിന്റെ താൽപര്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് വരാൻ ഇന്ത്യൻ പാർലമെന്റിൽ കേരളത്തിന്റെ തനതായ ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇന്ത്യ രാജ്യത്തിന്റെ പൊതു താൽപര്യം ഉയർത്തിപ്പിടിക്കാനുള്ള അതിശക്തമായ കരുത്തോടുകൂടി പത്തനംതിട്ടയുടെ ശബ്ദം അവിടെ ഉയരണം. അതിനനുസരിച്ചു നിൽക്കണം. നാടിന്റെ ശബ്ദം അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ ഉയർത്തിക്കൊണ്ടുവരാനും ഇന്ത്യൻ പാർലമെന്റിൽ ഇടതുപക്ഷ സാന്നിധ്യം ഉറപ്പിക്കാനും അതോടുകൂടി ജനകീയ താൽപര്യം പരിരക്ഷിക്കാനും കഴിയുന്ന രീതിയിലുള്ള വമ്പിച്ച രീതിയിലുള്ള ഒരു നീക്കത്തിന് പത്തനംതിട്ടയിലെ ജനത ഈ തയ്യാറെടുപ്പ് നടത്തണം. LDF നേതാക്കളായ KJ തോമസ്, അഡ്വക്കേറ്റ് K അനന്തഗോപൻ, KP ഉദയഭാനു, അഡ്വക്കേറ്റ് P ഷാനവാസ്, AP ജയൻ, CK ശശിധരൻ, തോമസ് കുന്നപ്പള്ളി തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയും സിറ്റിംഗ് MPയുമായ അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിനെ വോട്ടഭ്യർത്ഥിച്ച് ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ സിറ്റി ക്യാമ്പയിൻ. വെള്ളവസ്ത്രവും വെള്ളത്തൊപ്പിയും അണിഞ്ഞാണ് ലോ റേഞ്ചിലെ 3 നിയമസഭാ മണ്ഡലങ്ങളിൽ സമിതി പ്രവർത്തകർ ക്യാമ്പയിൻ നടത്തിയത്. കർഷക മക്കളെ ഒറ്റുകൊടുത്ത കോൺഗ്രസിനുടെ നേതാക്കൾ വോട്ട് തണ്ടി വരും നേരം മുക്കിന് ഞങ്ങൾ കാണാം. ഞങ്ങളുടെ കയ്യിൽ ചൂലുകൾ കാണാം. തൊടുപുഴ, കോതമംഗലം, മൂവാറ്റുപുഴ മണ്ഡലങ്ങളിലാണ് ഹൈറേഞ്ച് സംരക്ഷണ സമിതി പ്രവർത്തകർ ക്യാമ്പയിൻ നടത്തിയത്. സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്ന സംഘം വെള്ളവസ്ത്രവും വെള്ള ഗാന്ധി തൊപ്പിയും അണിഞ്ഞ് വോട്ടഭ്യർത്ഥിക്കാനെത്തിയത് കൗതുകമായി. 50 പേർ വീതമുള്ള 6 സംഘങ്ങളായിരുന്നു പ്രചാരണം. മണ്ഡലങ്ങളിലെ പ്രധാന ടൗണുകളിലും ചെറുപട്ടണങ്ങളിലും ക്യാമ്പയിൻ നടത്തിയ 6 സംഘങ്ങളും തൊടുപുഴ ബസ് സ്റ്റാൻഡിൽ സംഗമിച്ചു. ഹൈറേഞ്ച് സംരക്ഷണ സമിതി കാലഹരണപ്പെട്ടെന്ന് ആക്ഷേപിച്ച UDF-നുള്ള മറുപടിയാണ് തങ്ങളുടെ പ്രവർത്തനങ്ങളെന്ന് ഹൈറേഞ്ച് സംരക്ഷണ സമിതി പ്രചാരണ വിഭാഗം കൺവീനർ ജോസഫ് കുഴിപ്പള്ളിയിൽ പറഞ്ഞു. ഒരു സംശയം വേണ്ട, കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഹൈറേഞ്ച് സംരക്ഷണ സമിതി ലീഗൽ അഡ്വൈസർ തന്നെയാണ് ഇപ്പോഴും അദ്ദേഹം.
അതുപോലെ തന്നെ ഹൈറേഞ്ച് സംരക്ഷണ സമിതി അദ്ദേഹത്തിന് പരിപൂർണമായി പിന്തുണ കൊടുക്കുന്നുണ്ട്. ഹൈറേഞ്ച് സംരക്ഷണ സമിതി മുന്നോട്ട് വെച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും അതിന്റെ ഒരു അംബാസഡർ എന്ന നിലയിൽ ഇന്ത്യൻ പാർലമെന്റിന് പുറത്തും പ്രവർത്തിക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ്. അദ്ദേഹം അതിന് തയ്യാറുമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം നിശ്ചയത്തെ ജയിപ്പിക്കുന്നതിൽ സാങ്കത്യമുണ്ട്. ഹൈറേഞ്ച് സംരക്ഷണ സമിതി കാലഹരണപ്പെട്ടിട്ടില്ല. അത് യുവ രക്തത്തോടുകൂടി പുതുരക്തത്തോടുകൂടി നിലനിൽക്കുന്നു എന്ന് ജനത്തെ ഞങ്ങൾ ബോധ്യപ്പെട്ടു. വരും ദിവസങ്ങളിലും ജോയ്സ് ജോർജിന് വേണ്ടിയുള്ള പ്രചാരണം ശക്തമാക്കാനാണ് പ്രവർത്തകരുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ആലത്തൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് വ്യക്തമായ മേൽക്കൈ നേടി LDF. വാഹന പര്യടനവുമായി മൂന്നാം ഘട്ട പ്രചരണത്തിലാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി PK ബിജു. മണ്ഡലത്തിലുടനീളം നിറഞ്ഞുനിന്ന ഒന്നാം ഘട്ട രണ്ടാം ഘട്ട പര്യടനങ്ങൾക്ക് ശേഷമാണ് വാഹന പ്രചാരണത്തിന് ഇടതുമുന്നണി സ്ഥാനാർത്ഥി PK ബിജു തുടക്കം കുറിച്ചത്. വിവിധ മേഖലകളിലെത്തി ജനങ്ങളെ നേരിട്ട് കണ്ടും കോളേജുകളിലും വിവിധ സ്ഥാപനങ്ങളിലുമെല്ലാം എത്തി വോട്ടുറപ്പിച്ചു കഴിഞ്ഞു. വാഹന പര്യടനം കോട്ടായിയിൽ CPIM കേന്ദ്ര കമ്മിറ്റി അംഗം K രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ആദ്യ ദിനം തരൂർ മണ്ഡലത്തിലെ 40 കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥിക്ക് സ്വീകരണം നൽകി. വലിയ ആവേശമാണ് എല്ലാ പ്രദേശത്തും കാണുന്നത്. സാധാരണ ഒരു തെരഞ്ഞെടുപ്പിൽ കവിഞ്ഞ ആവേശം ജനങ്ങൾ പാർലമെന്റ് മണ്ഡലം കൺവെൻഷൻ പൂർത്തീകരിച്ചതിന് ശേഷം ആവേശത്തോടു കൂടിയാണ് അസംബ്ലി മണ്ഡലം കൺവെൻഷനുകളും പഞ്ചായത്ത് ലോക്കൽ തല കൺവെൻഷനുകളും ബൂത്ത് കൺവെൻഷനുകളും വന്നിട്ടുള്ളത്. വലിയ പങ്കാളിത്തമാണ് ഓരോ പ്രദേശത്തുമുള്ളത്. അത് ഇന്നത്തെ രാഷ്ട്രീയം കൃത്യമായി മനസ്സിലാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. ഞായറാഴ്ച കുന്നംകുളം നിയമസഭാ മണ്ഡലത്തിലെ 57 കേന്ദ്രങ്ങളിൽ സ്വീകരണ യോഗങ്ങളിൽ പങ്കെടുക്കും. വാഹന പര്യടനത്തിൽ മുഴുവൻ ബൂത്തുകളിലും സ്ഥാനാർത്ഥിക്ക് സ്വീകരണം നൽകും. മണ്ഡലത്തിൽ ആദ്യഘട്ട പ്രചാരണത്തിലാണ് UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ്. പാർലമെന്റ് മണ്ഡലം കൺവെൻഷനു ശേഷം വിവിധ കേന്ദ്രങ്ങളിലെത്തി വോട്ടഭ്യർത്ഥിക്കുന്ന തിരക്കിലാണ് UDF സ്ഥാനാർത്ഥി. NDAയിൽ BDJS മത്സരിക്കുന്ന ആലത്തൂരിൽ സ്ഥാനാർത്ഥിയെ ഇനിയും പ്രഖ്യാപിച്ചിട്ടില്ല. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. അകാലത്തിൽ അന്തരിച്ച സുഹൃത്തിന്റെ ഓർമ്മയ്ക്കായി 90 ദിവസം കൊണ്ട് ബസ് ഷെൽട്ടർ നിർമ്മിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കൾ. ഹൃദയാഘാതത്തെ തുടർന്ന് 32-ാം വയസ്സിൽ അന്തരിച്ച റോമി മാത്യുവിന്റെ സ്മരണയ്ക്കായാണ് തൃശൂർ എളവൂർ സെന്റ് മേരീസ് പള്ളിയുടെ സമീപത്തായി റോമി മാത്യു മെമ്മോറിയൽ ബസ് ഷെൽട്ടർ സുഹൃത്തുക്കൾ സ്ഥാപിച്ചത്. എളവൂർ സെന്റ് മേരീസ് പള്ളി വികാരി ഫാദർ ജോസഫ് വളവിൽ ഷെൽട്ടർ ഉദ്ഘാടനം ചെയ്തു. റോമിയുടെ ജനങ്ങളോടുള്ള ഇടപെടൽ എന്നും ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി റോമി മാത്യു ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങൾക്കാണ് ആരംഭം കുറിക്കുന്നതെന്ന് ഫൗണ്ടേഷൻ കോർഡിനേറ്ററും ജോയ് അലുക്കാസ് ഗ്രൂപ്പ് മാർക്കറ്റിംഗ് മാനേജറുമായ അനീഷ് വർഗീസ് പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ നിർമ്മൽ സി പാതാട്, വാർഡ് മെമ്പർമാരും മറ്റ് സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു. ചീമേനി രക്തസാക്ഷികൾക്ക് നാടിന്റെ സ്മരണാഞ്ജലി. കോൺഗ്രസ് ആക്രമണത്തിൽ കൂട്ടക്കൊലക്കിരയായ 5 CPM പ്രവർത്തകരുടെ സ്മരണ പുതുക്കാനാണ് ആയിരങ്ങൾ ചീമേനിയിൽ ഒത്തുകൂടിയത്. മാർച്ച് 23 5 CPIM പ്രവർത്തകരെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ദിവസം ചീമേനിയിൽ കോൺഗ്രസുകാർ അതിനിഷ്ഠൂരമായി ആക്രമിച്ചു കൊലപ്പെടുത്തിയത്. അനശ്വര രക്തസാക്ഷികളായ KV കുഞ്ഞിക്കണ്ണൻ, P കുഞ്ഞപ്പൻ, ആലവളപ്പിലമ്പു, C കോരൻ, M കോരൻ എന്നിവർക്ക് സ്മരണാഞ്ജലി അർപ്പിച്ച് ആയിരങ്ങൾ അണിനിരന്ന പ്രകടനവും പൊതുസമ്മേളനവും ചീമേനിയിൽ സംഘടിപ്പിച്ചു. പൊതുസമ്മേളനം CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ആക്രമണ പ്രവർത്തനങ്ങളിൽ മുന്നിൽ നിൽക്കുന്ന കോൺഗ്രസുകാരുടെ അക്രമവിരുദ്ധ പ്രസംഗങ്ങളിൽ ആത്മാർത്ഥതയില്ലെന്ന് കോടിയേരി ചൂണ്ടിക്കാട്ടി. രാഷ്ട്രീയ അക്രമങ്ങളിൽ ഏറ്റവും കൂടുതൽ നേതാക്കളെയും പ്രവർത്തകരെയും നഷ്ടപ്പെട്ട പാർട്ടിയാണ് CPIM എന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. എന്തെങ്കിലും പ്രകോപനം ഉണ്ടായിട്ടാണോ ആ ഇലക്ഷൻ ദിവസം ഇവിടെ 5 സഖാക്കളെ ചുട്ടുകൊന്നത്? എന്നിട്ട് കോൺഗ്രസ് ഇപ്പോ ഏറ്റവും വലിയ അക്രമ രാഷ്ട്രീയത്തിനെതിരായിട്ട് രംഗത്തിറങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ഇലക്ഷൻ കാലമായതുകൊണ്ട് വൻതോതിലുള്ള പ്രചാരങ്ങൾ നടക്കുന്നു. അക്രമം കൊണ്ടും കൊലപാതകം കൊണ്ടും ഒരു പാർട്ടി ഇല്ലാതാക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ ചീമേനിയിൽ CPIM പിന്നീട് ഉണ്ടാക്കുമായിരുന്നോ? ഇവിടെ കോൺഗ്രസാണ് പിന്നീട് ഇല്ലാതായത് എന്ന് ചരിത്രം കോൺഗ്രസുകാർക്ക് അറിഞ്ഞുകൂടെ. ഈ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ്. അങ്ങനെയുള്ള ഒരു പാർട്ടിയെ നോക്കി കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPIM കൊലപാതക പാർട്ടിയാണ് എന്ന് പ്രചരിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്.
പി ജനാർദ്ദനൻ അധ്യക്ഷനായിരുന്നു. പി കരുണാകരൻ എം പി, CPIM കാസർഗോഡ് ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ മാസ്റ്റർ, MLA-മാരായ TV രാജേഷ്, M രാജഗോപാലൻ തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വടകരയിൽ തരംഗമായി LDF സ്ഥാനാർത്ഥി P ജയരാജൻ. പൊള്ളുന്ന വേനൽ ചൂടിലും ആയിരങ്ങളാണ് P ജയരാജനെ വരവേൽക്കാനായി എത്തുന്നത്. തെരഞ്ഞെടുപ്പ് തിരക്കിനിടയിലും കൊടും വേനലിൽ കുടിവെള്ളം എത്തിക്കുന്നതിനും കിടപ്പ് രോഗികൾക്ക് സഹായം എത്തിക്കാനുമാണ് LDF പ്രവർത്തകർ മുന്നിട്ടിറങ്ങുന്നതെന്ന് P ജയരാജൻ പറഞ്ഞു. വടകരയുടെ ഗ്രാമീണ മേഖലയിൽ ആവേശകരമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് LDF സ്ഥാനാർത്ഥി P ജയരാജന്റെ പര്യടനം തുടരുന്നത്. വലിയ ആവേശപൂർവ്വമാണ് ജനങ്ങൾ, സമൂഹത്തിന്റെ നാനാ തുറകളിൽപ്പെട്ടവർ P ജയരാജനെ സ്വീകരിക്കാൻ വേണ്ടി എത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം തന്നെ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ P ജയരാജൻ, തെരഞ്ഞെടുപ്പിന്റെ ആവേശം വലിയ ഉയരത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ ഗ്രാമീണ മേഖലയിലുള്ള പര്യടനത്തിന്റെ ഒരു അനുഭവം? ഈ മണ്ഡലത്തിലെ യുവാക്കൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുന്നതോടൊപ്പം ജനസേവനത്തിൻ്റെ രംഗത്തും പ്രവർത്തിക്കണം എന്ന് തീരുമാനിച്ചതാണ്. അതിനുവേണ്ടി യൂത്ത് ബ്രിഗേഡ് ഈ വടകര ലോക്സഭാ മണ്ഡലത്തിലുടനീളം രൂപീകരിച്ചിരിക്കുകയാണ്. അവർ പ്രത്യേകമായിട്ടുള്ള യൂണിഫോം ഇട്ട് ആ യൂത്ത് ബ്രിഗേഡിൻ്റെ രൂപീകരണം, പ്രവർത്തന ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുൻ മന്ത്രി സഖാവ് KP മോഹനൻ നിർവഹിക്കുകയുണ്ടായി. അവരുടെ ഗാർഡ് ഓഫ് ഓണറോടുകൂടിയാണ് ഈ പരിപാടിയുടെ തുടക്കം കുറിച്ചത്. അത് അങ്ങേയറ്റം ആവേശകരമായിട്ടൊരു പരിപാടിയാണ്. കാരണം അത്യുഷ്ണകാലത്താണ് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടക്കുന്നത്. ആ കാലയളവിൽ ജനങ്ങൾക്ക് ഈ ചൂടിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഒട്ടേറെ പ്രശ്നങ്ങളുണ്ടാകും. അതിൽ കുടിവെള്ളക്ഷാമം ഉണ്ടാവും, മറ്റ് കാലാവസ്ഥാജന്യമായിട്ടുള്ള രോഗങ്ങളുണ്ടാവും. അത്തരം കാര്യങ്ങളൊക്കെ ഇടപെടുന്ന സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനാണ് ഈ യൂത്ത് ബ്രിഗേഡ് തീരുമാനിച്ചത്. അപ്പോൾ വോട്ടഭ്യർത്ഥനക്കൊപ്പം തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനൊപ്പം ജനസേവന പ്രവർത്തനവും, അതാണ് ഈ യൂത്ത് ബ്രിഗേഡിൻ്റെ മുദ്രാവാക്യം. അത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ LDFൻ്റെ വിജയം അത് യുവാക്കൾ ഏറ്റെടുത്തിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ്. തെരഞ്ഞെടുപ്പിന്റെ ചൂടിനിടയിലും വളരെ വ്യത്യസ്തമായ ജനോപകാരപ്രദമായ പരിപാടികളാണ് P ജയരാജന്റെ നേതൃത്വത്തിൽ ഈ മണ്ഡലത്തിൽ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. കുടിവെള്ളക്ഷാമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ സാന്ത്വന പരിചരണ രംഗത്തൊക്കെ വളരെ വിപുലമായ സഹായങ്ങൾ, കിടപ്പ് രോഗികൾക്കുൾപ്പെടെ വിപുലമായ സഹായങ്ങൾ ചെയ്യുന്നതിനുള്ള ആസൂത്രിതമായ പദ്ധതികളാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായും അദ്ദേഹം ഒരുക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വണ്ടിയിൽ നിന്നും ക്യാമറമാൻ ഇക്ബാൽ വട്ടംകുളത്തിനൊപ്പം PV കുട്ടൻ. കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി PK ശ്രീമതി ടീച്ചറുടെ പൊതുപര്യടനത്തിന് ആവേശകരമായ തുടക്കം. തുറന്ന വാഹനത്തിൽ അഴീക്കോട് മണ്ഡലത്തിൽ 3 നിരത്തിൽ നിന്നാണ് വോട്ടഭ്യർത്ഥിച്ചുകൊണ്ടുള്ള പൊതുപര്യടനം ആരംഭിച്ചത്. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജനാണ് പര്യടന പരിപാടി ഉദ്ഘാടനം ചെയ്തത്. ബാൻഡ് മേളത്തിന്റെയും ഇരുചക്ര വാഹന റാലിയുടെയും അകമ്പടിയിൽ തുറന്ന വാഹനത്തിലാണ് ശ്രീമതി ടീച്ചറുടെ പര്യടനം. വൻകുളത്ത് വയൽ, ചാലാട് ബാനു സ്മാരകം, കക്കാടങ്ങാടി, അത്താഴക്കുന്ന്, കണ്ണാടിപ്പറമ്പ് തെരു, നാറാത്ത് ടൗൺ, ബാലൻകിണർ എന്നിവിടങ്ങളിലായിരുന്നു ആദ്യ ദിവസത്തെ പൊതുപര്യടനം. മുദ്രാവാക്യം വിളിച്ചും പടക്കം പൊട്ടിച്ചുമാണ് പ്രവർത്തകർ സ്ഥാനാർത്ഥിയെ വരവേറ്റത്. ഇന്ത്യയിൽ ഇടതുപക്ഷത്തിന്റെ കരുത്ത് വർദ്ധിപ്പിക്കാൻ ഉതകുന്ന രീതിയിൽ കേരളത്തിൽ LDFന് ജനം വൻ വിജയം സമ്മാനിക്കുമെന്ന് പൊതുപര്യടനം ഉദ്ഘാടനം ചെയ്ത EP ജയരാജൻ പറഞ്ഞു. ഇന്ത്യയിൽ BJP ഇതിലൊരു ഗവൺമെന്റ് ഉണ്ടാക്കാൻ ഇന്ത്യയിൽ ഇടതുപക്ഷ മതനിരപേക്ഷതാ ശക്തികൾ ശക്തി പ്രാപിക്കണം. എങ്കിൽ മാത്രമേ ഇന്ത്യക്ക് ഭാവി ഉണ്ടാകൂ. ഇടതുപക്ഷം ദുർബലപ്പെട്ടാൽ BJP അധികാരം പിടിക്കും. ഇടതുപക്ഷം ശക്തിപ്പെട്ടാൽ BJP അകറ്റി നിർത്തിക്കൊണ്ട് ഒരു BJP ഇതര ഗവൺമെന്റുകൾ, ജനാധിപത്യ ഗവൺമെന്റ് ഇന്ത്യയിൽ ഉണ്ടാക്കാൻ സാധിക്കും. തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ വൻ വിജയം ഉറപ്പിക്കുന്നതാണ് പര്യടനത്തിൽ ലഭിക്കുന്ന ആവേശകരമായ സ്വീകരണമെന്ന് ശ്രീമതി ടീച്ചർ പറഞ്ഞു. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് തന്നെ എല്ലാ വിഭാഗം ജനങ്ങളും നമ്മുടെ LDFനെ വരവേൽക്കുന്നതിന് വേണ്ടി എൻ്റെ സഹോദരിമാർ ഇത്രയധികം ആളുകൾ അവിടെ നിൽക്കുന്നത് കണ്ടില്ലേ. വീട്ടിൻ്റെ മുൻപിലേക്ക് വന്ന് നമ്മളെ സ്വീകരിക്കാൻ വേണ്ടി, അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്തതുകൊണ്ട് വഴിനീളെ നമുക്ക് അവരെ സ്വീകരണം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും വളരെ സന്തോഷമുണ്ട്. കേരളത്തിൽ ബഹുജനങ്ങളായ ഇടതുപക്ഷത്തെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. നൂറുകണക്കിന് പേരാണ് ഓരോ കേന്ദ്രങ്ങളിലും ശ്രീമതി ടീച്ചറെ സ്വീകരിക്കാൻ എത്തിയത്. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം M സന്തോഷ്.